പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ട ഒരു സാഹചര്യമുണ്ടായി. കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് മന്ത്രിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പൊതുമുതൽ നശിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് കോടതിയിൽ ഹാജരായത്. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. 2018 മലപ്പുറത്ത് നടന്ന സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. മലപ്പുറത്ത് ഡിവൈഎഫ്ഐ മാർച്ച് നടന്നതിനെ തുടർന്നുണ്ടായ കേസിലായിരുന്നു മന്ത്രിക്കെതിരെയുള്ള വാറണ്ട് ഇഷ്യൂ ആയിരിക്കുന്നത്. മലപ്പുറം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാദത്തിന് ഇന്ന് നേരിട്ട് മന്ത്രി ഹാജരായതും ശേഷം ജാമ്യം എടുക്കുകയും ചെയ്തത്. ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ KSRTC ബസ്സിൻ്റെ ചില്ല് തകർന്നു, 13,000 രൂപ നഷ്ടം വരുത്തി എന്നതാണ് മന്ത്രിക്കെതിരായ കേസ്. മന്ത്രി ഉൾപ്പെടെ 10 പ്രതികളാണ് ഇതിലുള്ളത്. അതിൽ 7ാം പ്രതിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. എന്നാൽ ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. അദ്ദേഹം മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം കേൾക്കുന്ന ഏതാനും വാർത്തകളിൽ ഏറ്റവും ഒടുവിലത്തേത് തന്നെയാണിത്. ഇതിനു മുൻപും കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. സമാനമായൊരു സംഭവമായിരുന്നു. പൊതുമുതൽ നശിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിഴയടച്ച് തലയൂരിയ ഒരു വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നത്. 3,81,000 രൂപയായിരുന്നു അന്ന് പൊതുമുതൽ നശിപ്പിച്ചു എന്ന പേരിൽ പിഴയൊടുക്കി പുറത്തിറങ്ങിയത്. ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുൻപാണ്. 2011 ജനുവരി 19-ാം തീയതി അന്ന് വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ഉപകരണങ്ങളും മറ്റും തല്ലി തകർത്ത കേസിലായിരുന്നു കോടതി നടപടിയുണ്ടായതും ഏറ്റവും ഒടുവിൽ അറസ്റ്റിലേക്ക് കടക്കുന്ന സാഹചര്യം പോലും എത്തിച്ചേർന്നത്. അന്ന് അദ്ദേഹം ഡിവൈഎഫ്ഐ നേതാവായിരുന്നു. കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി വടകര പോസ്റ്റ് ഓഫീസ് ആക്രമിച്ച് നാശനഷ്ടം വരുത്തി എന്നതാണ് കേസ്. കമ്പ്യൂട്ടറുകൾ തല്ലി തകർത്തു, പോസ്റ്റ് ഓഫീസിലെ കിയോസ്ക് നശിപ്പിച്ചു, മറ്റ് നാശനഷ്ടങ്ങളും വരുത്തി എന്നിങ്ങനെ ആരോപിച്ചായിരുന്നു അന്ന് കേസുണ്ടായിരുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് റിയാസ് അന്ന് 1ാം പ്രതിയായി. മറ്റ് 12 പേർക്കെതിരെയും കേസെടുത്തു. വടകര സബ് കോടതിയാകട്ടെ ശിക്ഷയും വിധിച്ചു. അതിനെതിരെ ജില്ലാ കോടതിയിൽ അപ്പീലിന് പോയെങ്കിലും ശിക്ഷ ശരിവെക്കുകയായിരുന്നു. അപ്പീൽ വൈകിയത് കൊണ്ട് തന്നെ ഹൈക്കോടതി അപ്പീൽ സ്വീകരിച്ചതുപോലുമില്ല. തുടർന്ന് വർഷങ്ങളായി പിഴത്തുക അടയ്ക്കാതെ ഒഴിഞ്ഞു നടക്കുകയായിരുന്നു മന്ത്രി. ശേഷം പോസ്റ്റൽ വകുപ്പിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് M. രാജേഷ് കുമാർ വിധി നടപ്പാക്കൽ അപേക്ഷ നൽകിയതിനെ തുടർന്ന് മന്ത്രിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. തുടർന്നാണ് അറസ്റ്റ് ഭയന്ന് പിഴത്തുക കെട്ടിവെച്ചത്.